ദൈവിക കൃപയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുദിനം പകർന്നു തരുവാൻ സ്വർഗം ഈ കാലഘട്ടങ്ങളിൽ ഒരുക്കിയ കൃപയുടെ സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥം ഓരോ നിമിഷവും നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുവാൻ തക്കവിധം മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തിയ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിലെ വേദനയിലും പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കടന്നു പോകുന്ന അനേക വ്യക്തി ജീവിതങ്ങൾക്ക് ബലപ്പെടുത്തുന്ന ഒരു വലിയ സാന്നിധ്യമാണ്. കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ അനേകർ ഇന്ന് ചേർന്ന് നിന്നുകൊണ്ട് ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ മുമ്പിൽ കണ്ണീരോട് കൂടി തിരികത്തിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുമ്പോൾ നിയോഗങ്ങൾ ഓരോന്നായി വിശ്വാസത്തോടെ ആ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ ദൈവസന്നിധിയിലേക്ക് ആ നിയോഗങ്ങൾ വെച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥയായി നിൽക്കുകയാണ്. കാനായിലെ കല്യാണം വിരുന്നിൽ അവിടുത്തെ കുറവിനെ നിറവിൻ്റെ മേഖലയാക്കി ഒരുക്കുവാൻ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ആ മേഖലയെ വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ കുടുംബത്തെ കൃപയുടെ തലങ്ങളായി ഒരുക്കിയതുപോലെ അനുദിനമായ നമ്മുടെ ജീവിത മേഖലയെ ബലപ്പെടുത്തുന്ന അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളെ നമുക്കിന്ന് സമർപ്പിക്കാം. കടഭാരത്തിൻ്റെ പ്രയാസങ്ങൾ, മക്കളില്ലാത്ത ജീവിതത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ വേദന, കുടുംബങ്ങളിൽ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, ദുശ്ശീലങ്ങളിലും ജഡികമായിട്ടുള്ള ആസക്തികളിലുമൊക്കെ ജീവിതമായിരിക്കുന്ന മേഖലയിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന മക്കളുടെ നൊമ്പരങ്ങൾ, ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ടും ജോലി ലഭിക്കുന്നില്ല എന്ന വേദനയിലായിരിക്കുന്ന അനേകരുടെ ജീവിത നിയോഗങ്ങൾ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാൻ തടസ്സം നിൽക്കുന്ന ജീവിതത്തിലെ മക്കളുടെ വേദനകൾ, ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിൽ വേണ്ട രീതിയിൽ അത് പൂർത്തീകരണം ലഭിക്കുന്നില്ല എന്ന് ജീവിതത്തിൽ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന അനേകർ ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അവിടെ എല്ലാം ജീവിത മേഖലകളെ വിശ്വാസത്തോടു കൂടി ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാൻ സുഖം തന്നിരിക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് യാചിക്കാം. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗീയ കൃപയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നാണ്. കൃപയിൽ നിറഞ്ഞപ്പെട്ട, ആ കൃപയിൽ ആഴപ്പെട്ട, ആ കൃപയിൽ ജീവിതത്തെ ബലപ്പെടുത്തിയ ആ പരിശുദ്ധ അമ്മ ഓരോ മക്കളുടെയും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്ന ഒരമ്മയാണ്. അതുകൊണ്ടാണ് മക്കളുടെ വേദനയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത് നമുക്കറിയാൻ സാധിക്കും. വെള്ളാങ്കണ്ണിയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, കർമ്മലിത്ത മേഖലയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, കൃപാസന തലങ്ങളിലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ബലപ്പെടുത്തുന്നതും ഈ കാലഘട്ടങ്ങളിൽ നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരമ്മ ഉണ്ട് എന്നാണ്. അമ്മയുടെ ചാരെ ചേർന്നതുകൊണ്ട് സ്വർഗീയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.